റിയൽ സ്റ്റോറിയിൽ ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കുമല്ലോ. എന്നൊന്ന് ലൈക്ക് ചെയ്തോ. ഒരു ടെൻഷനും വേണ്ട, എല്ലാം ശരിയാകും. നേരെ കഥയിലേക്ക്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഈ അവിശ്വസനീയമായ സംഭവം മനസ്സിലാക്കാൻ നമ്മൾ അമേരിക്കയിലെ മിഷിഗണിലേക്ക് പോകണം. 2019 ഒക്ടോബർ 17 സംഭവം. 44 വയസ്സുള്ള എഡ ക്വീൻ എന്ന സ്ത്രീ കാട്ടിലുള്ള അവരുടെ ക്യാബിനിൽ നിന്നും പുറത്തു വന്നു. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, അവളുടെ നായയും കൂടെ ഉണ്ടായിരുന്നു. നായയെ നടക്കാൻ കൊണ്ടുപോവുക, ഒപ്പം 1-2 സിഗരറ്റ് വലിക്കുക എന്നതായിരുന്നു എഡയുടെ പ്ലാൻ. എഡ താമസിച്ചിരുന്ന ഈ ക്യാബിൻ അവരുടെ കുടുംബത്തിൻ്റെതാണ്. കുടുംബത്തിന് സമയം കിട്ടുമ്പോഴെല്ലാം അവരിവിടെ വന്ന് ക്യാമ്പിംഗ് നടത്തി കുറച്ച് സമയം ചെലവഴിക്കും. എന്നാൽ ഈ ക്യാബിൻ കാടിന്റെ ഒത്ത നടുവിലാണ്. ചുറ്റും കാടും വന്യമൃഗങ്ങളും അല്ലാതെ മറ്റൊന്നുമില്ല. ഇടയ്ക്ക് ഈ ക്യാബിനിൽ സമയം ചെലവഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. നഗരത്തിലെ തിരക്കുകൾ ഒഴിവാക്കി അവൾ മിക്കവാറും സമയവും നായയോടൊപ്പം ഇവിടെ വന്ന് താമസിക്കും. ഇത്തവണ എഡയുടെ വരവിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് അവൾ നഗരത്തിൽ കുടുംബത്തോടൊപ്പം താമസിക്കുമ്പോൾ ഒരു അജ്ഞാതൻ അവളെ ആക്രമിച്ചിരുന്നു. ആ കയ്യാങ്കളിയിൽ അവളുടെ മൂക്കിന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ എഡയെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടമായി. അതുകൊണ്ട് സ്വയം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും കുറച്ചു നല്ല സമയം ചെലവഴിക്കാനുമായി അവൾ ഈ ക്യാബിനിലേക്ക് വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എഡയുടെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ആരാണ് തന്നെ ആക്രമിച്ചതെന്ന ചോദ്യമായിരുന്നു. അവൾക്ക് ആ മനുഷ്യനെ അറിയില്ല, അയാൾക്ക് എഡയെയും അറിയില്ല. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു മാരകമായ ആക്രമണം നടത്തി? ഈ ദിവസങ്ങളിൽ ഇവിടെ താമസിക്കാനായി അവൾ കാമുകനെയും വിളിച്ചു വരുത്തിയിരുന്നു. 5 ദിവസത്തോളം എഡയും കാമുകനും ഈ ക്യാബിനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നാൽ കാമുകന് ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ദിവസം മുമ്പ് അയാൾ ഇവിടെ നിന്നും പോയി. ഇപ്പോൾ എഡ നായയോടൊപ്പം തനിച്ചാണ്. ഒക്ടോബർ 17 രാത്രി ഏകദേശം 1:30 അവൾ നായയെ നടക്കാൻ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അവൾ ക്യാബിനിൽ നിന്നും പുറത്തു വന്നു. പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും എടുത്തു. സിഗരറ്റ് കത്തിച്ച് വായിൽ വെച്ച് നായയെയും കൂട്ടി ക്യാബിനിൽ നിന്നും അകലേക്ക് നടന്നു. അവൾ തന്റെ സുരക്ഷയ്ക്കായി പോക്കറ്റിൽ പിസ്റ്റൾ ഉണ്ടോ എന്നും ഉറപ്പുവരുത്തി. ക്യാബിനിൽ താമസിക്കുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്കായി അവൾ എപ്പോഴും പിസ്റ്റൾ കയ്യിൽ കരുതാറുണ്ട്. ഏകദേശം 20 മിനിറ്റായി എഡയും നായയും നടക്കുന്നു. ക്യാബിനിലേക്കുള്ള എല്ലാ റോഡുകളും കാടിന്റെ ഉള്ളിലൂടെ വളഞ്ഞും തിരിഞ്ഞുമാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് എഡയ്ക്ക് നന്നായി അറിയാമായിരുന്നു. പെട്ടെന്ന് എഡ ശ്രദ്ധിച്ചു, അവളുടെ നായ ഒരു മരത്തിനടുത്ത് നിന്ന് മൂത്രമൊഴിക്കുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ അതിന്റെ ചെവികൾ കൂർത്തു. നായ കാടിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. നായയ്ക്ക് മുന്നിൽ എന്തോ അസ്വാഭാവികമായി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അത് നായയെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത് ശ്രദ്ധയിൽപ്പെട്ട എഡ ഉടൻ തന്നെ പോക്കറ്റിൽ നിന്നും ടോർച്ചെടുത്ത് നായ നോക്കുന്ന ദിശയിലേക്ക് വെളിച്ചമടിച്ചു. അപ്പോൾ തന്നെ അവൾക്ക് ആ കാഴ്ച കാണാൻ കഴിഞ്ഞു. നായ അസ്വസ്ഥനായി ഊരിയിടുന്നതിന്റെ കാരണമായ കാഴ്ച. അവൾ ടോർച്ചടിച്ചപ്പോൾ 2 വലിയ കണ്ണുകൾ തിളങ്ങുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഈ തിളങ്ങുന്ന കണ്ണുകൾ കണ്ട് എഡയ്ക്ക് മനസ്സിലായി താനൊരു വലിയ സിംഹത്തിന്റെ മുമ്പിലാണെന്ന്. അത് അവളുടെ അടുത്ത് നിന്നും 80-90 അടി അകലെ ഉണ്ടായിരുന്നു. അതും അവളെ തന്നെ നോക്കുകയാണ്. സ്വാഭാവികമായും എഡ വല്ലാതെ ഭയന്നു. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വലിച്ചെറിഞ്ഞ് അവൾ മറ്റേ കൈ പോക്കറ്റിലേക്ക് ഇട്ടു. അവിടെ നിന്നും പിസ്റ്റൾ പുറത്തെടുത്തു. അവൾക്ക് സ്വയം രക്ഷിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൾ പിസ്റ്റൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ചൂണ്ടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കണ്ണുകൾ തിരിഞ്ഞ് കാട്ടിൽ മറഞ്ഞു. 3-4 മിനിറ്റ് അവൾ ടോർച്ചടിച്ചു നോക്കി. സിംഹം പോയെന്ന് ഉറപ്പുവരുത്തി. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ക്യാബിനിലേക്ക് മടങ്ങണം. അവൾ നായയുടെ കയർ വലിച്ച് തിരികെ ക്യാബിനിലേക്ക് നടന്നു. എഡയും നായയും വേഗം ക്യാബിനിലെത്തി. അകത്തു കടന്ന ഉടൻ തന്നെ അവൾ പ്രധാന വാതിൽ കുറ്റിയിട്ടു. കാരണം ആ സിംഹം തന്റെ ഗന്ധം പിടിച്ച് തന്നെ പിന്തുടർന്ന് ഇവിടെ എത്തുമോ എന്ന് അവൾ ഭയന്നു. അവൾ വാതിൽ പൂട്ടി, ലൈറ്റുകളെല്ലാം ഇട്ടു. അപ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം ലഭിച്ചത്. എഡ ഉടൻ തന്നെ ഫോണെടുത്ത് കാമുകനെ വിളിച്ച് ഈ സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. താൻ നായയുമായി നടക്കാൻ പോയെന്നും ടോർച്ചടിച്ചപ്പോൾ ഒരു വലിയ സിംഹത്തെ കണ്ടെന്നും അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയെന്നും ഇപ്പോൾ സുരക്ഷിതമായി ക്യാബിനിൽ തിരിച്ചെത്തിയെന്നും അവൾ അറിയിച്ചു. എഡ കാമുകന് ഈ സന്ദേശങ്ങൾ അയച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ക്യാബിന്റെ പുറത്തു നിന്നും ചില വിചിത്ര ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയത്. ആരോ ക്യാബിന്റെ ചുറ്റും കറങ്ങുന്നുണ്ടെന്ന് തോന്നി. ഇത് ശ്രദ്ധയിൽപ്പെട്ട എഡ ഉടൻ തന്നെ ജനലുകളിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ക്യാബിന്റെ ഉള്ളിലെ എല്ലാ ജനാലകൾ വഴി അവൾ പുറത്തേക്ക് നോക്കി. തന്നെ ചുറ്റിപ്പറ്റി കറങ്ങുന്നത് എന്താണെന്ന് കാണാൻ ശ്രമിച്ചു. അടുക്കളയിലെ ജനലിലൂടെയും പിന്നീട് ലിവിംഗ് ഹാളിലെ ജനലിലൂടെയും അവൾ പുറത്തു നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. എഡയുടെ മനസ്സിൽ അപ്പോഴും ആ വലിയ സിംഹത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എന്നാൽ ആ വലിയ സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കുകയോ അവരെ പിന്തുടരുകയോ ക്യാബിന് ചുറ്റും കറങ്ങുകയോ ചെയ്യില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. എല്ലാ ജനൽ വഴിയും നോക്കിയ ശേഷം എഡയ്ക്ക് കുറച്ച് ആശ്വാസമായി. ഒരുപക്ഷെ അത് തന്റെ തോന്നലായിരിക്കാം. സിഗരറ്റിന്റെ ലഹരി തലച്ചോറിനെ ബാധിച്ചതുകൊണ്ട് തോന്നുന്ന ഒരുതരം മതിഭ്രമമായിരിക്കാം. അവളത് അങ്ങനെ വിചാരിച്ചു. അവൾ ആ ചിന്തകളെ അവഗണിച്ച് ലിവിംഗ് ഹാളിൽ പോയി TV ഓൺ ചെയ്ത് സോഫയിലേക്കിരുന്നു. ഏകദേശം അരമണിക്കൂർ TV കണ്ട ശേഷം അവൾ വീണ്ടും അതേ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഇത്തവണ ശബ്ദം മാത്രമല്ല, ജനലിന് പിന്നിലൂടെ ഒരു നിഴൽ ചലിക്കുന്നത് അവൾ കണ്ടു. എഡ ഉടൻ തന്നെ എഴുന്നേറ്റ് ആ നിഴൽ കണ്ട ജനലിന്റെ അടുത്തേക്ക് പോയി.
ജനലിലൂടെ അവൾ വീണ്ടും പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ഇത്തവണ അവൾക്ക് വ്യക്തമായി എന്തോ കാണാൻ കഴിഞ്ഞു. അവിടെ അത് വലിയ സിംഹമായിരുന്നില്ല, അതൊരു മനുഷ്യനായിരുന്നു. അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടായിരുന്നു. എട വല്ലാതെ ഭയന്നു. അവൾ ഉടൻ തന്നെ ഓടിച്ചെന്ന് സോഫയ്ക്ക് പിന്നിൽ ഒളിച്ചു. പോക്കറ്റിൽ നിന്നും പിസ്റ്റൾ എടുത്തു. അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ കയ്യിൽ തോക്കുണ്ട്, അകത്തേക്ക് വരാൻ ശ്രമിക്കരുത്. ആരാണെങ്കിലും ഇവിടെ നിന്ന് ഓടിപ്പോവുക, എന്റെ അടുത്തേക്ക് വരരുത്. അവൾ ഉടൻ തന്നെ സോഫയിൽ കിടന്ന ഫോണെടുത്ത് കാമുകന് വേഗം സന്ദേശങ്ങൾ അയച്ചു. തന്നെ പിന്തുടർന്ന ഒരാൾ ക്യാബിന് ചുറ്റും കറങ്ങുന്നുണ്ടെന്ന് അറിയിച്ചു. അപ്പോഴേക്കും ആ നടപ്പിന്റെ ശബ്ദം ക്യാബിന് ചുറ്റും കറങ്ങുന്നതിന് പകരം പ്രധാന വാതിലിന്റെ അടുത്ത് കേട്ടു തുടങ്ങി. ആരോ പ്രധാന വാതിലിന്റെ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായി. പേടിച്ച് 911 ഡയൽ ചെയ്തു. വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷെ അവൾ സ്വയം തടഞ്ഞു. ഒരുപക്ഷെ താൻ അമിതമായി പ്രതികരിക്കുകയാണോ, ഇത് വെറും തോന്നലാണോ എന്ന് അവൾ ചിന്തിച്ചു. ഫോണിൽ കാമുകനെ വിളിക്കാൻ ശ്രമിച്ചു. സമയം പുലർച്ചെ 2:30 ആയതുകൊണ്ട് കാമുകൻ ഫോണെടുത്തില്ല. തുടർന്ന് തന്റെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു. സുഹൃത്ത് ഫോണെടുത്തു. പതുക്കിയ ശബ്ദത്തിൽ എല്ലാ കാര്യങ്ങളും സുഹൃത്തിനോട് പറഞ്ഞു. ക്യാബിന് പുറത്ത് ആരോ കറങ്ങുന്നുണ്ടെന്നും താൻ തനിച്ചാണെന്നും വല്ലാതെ പേടിയാവുന്നുണ്ടെന്നും അവൾ പറഞ്ഞു. എടയുടെ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം സുഹൃത്ത് അവളെ പോലീസിനെ വിളിക്കാൻ ഉപദേശിച്ചു. ഇല്ലെങ്കിൽ ക്യാബിന്റെ വിലാസം തരാൻ പറഞ്ഞു. സുഹൃത്ത് പോലീസിനെ വിളിക്കാമെന്നും പറഞ്ഞു. വിലാസം നൽകി. പക്ഷെ ഉടൻ പോലീസിനെ വിളിക്കേണ്ടെന്നും ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്ന് താൻ ആദ്യം ഉറപ്പുവരുത്തട്ടെ എന്നും പറഞ്ഞു. സുഹൃത്തുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ അടുക്കളയിൽ ജനലിന്റെ അടുത്തേക്ക് പോയി. അവൾ ടോർച്ചടിച്ച് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. അവൾ ജനലിലൂടെ മുകളിലേക്ക് എത്തി നോക്കി. ഒരുപക്ഷെ ആ രൂപം താഴെ ഇരിക്കുകയായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ താഴെയും ആരും ഉണ്ടായിരുന്നില്ല. വീണ്ടും എല്ലാ ജനലുകളും നോക്കിയ ശേഷം അവൾക്ക് ആശ്വാസമായി. സുഹൃത്തിനോട് നന്ദി പറഞ്ഞു. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവൾ അടുക്കളയിൽ നിന്നുകൊണ്ട് ലിവിംഗ് ഹാളിലെ ജനലിലേക്ക് നോക്കി. അപ്പോഴാണ് അവൾ വീണ്ടും ഞെട്ടിയത്. ആ ജനലിന്റെ അടുത്ത് ആരോ നിൽക്കുന്നുണ്ടായിരുന്നു. അത് എടയെ തന്നെ തുറച്ചു നോക്കുകയാണ്. ഉടൻ തന്നെ സുഹൃത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. മറ്റേ പോക്കറ്റിൽ നിന്നും തോക്കെടുത്തു. നേരിട്ട് ജനലിലേക്ക് ലക്ഷ്യമിട്ട് വെടിയുതിർക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ജനലിന്റെ അടുത്ത് നിന്ന് ആ രൂപവും തോക്കെടുത്തു. എടയെ ലക്ഷ്യമിട്ട് വെടിയുതിർക്കാൻ തുടങ്ങി. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉടൻ തന്നെ സോഫയ്ക്ക് പിന്നിൽ ഒളിച്ചു. കൈ മുകളിലേക്ക് വെച്ച് അവൾ വീണ്ടും ജനലിലേക്ക് വെടിയുതിർത്തു. തന്റെ വെടിയുണ്ടകൾ കൃത്യം ലക്ഷ്യത്തിൽ തട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ജനലിന്റെ ഗ്ലാസ് തകർന്ന് വെടിയേറ്റയാൾ മരിച്ചിട്ടുണ്ടാകുമെന്നും അവൾ വിചാരിച്ചു. തോക്കിലെ മുഴുവൻ വെടിയുണ്ടകളും ജനലിലേക്ക് ഉതിർത്ത ശേഷം അവൾ വീണ്ടും ഫോണെടുത്തു. അതേ സുഹൃത്തിനെ വിളിച്ചു. ആരോ തനിക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ടെന്നും താനും വെടിയുതിർത്തുവെന്നും അയാൾ മരിച്ചിട്ടുണ്ടാകുമെന്നും അവൾ പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, നീ ഒന്ന് ശാന്തമായിരിക്കെ, അനങ്ങാൻ ശ്രമിക്കരുത്. ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുകയാണ്. അവരുടൻ തന്നെ നിന്റെ അടുത്തെത്തും. ടെൻഷൻ അടിക്കരുത്. എടയും സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ അവൾ തലയുയർത്തി നോക്കി. ക്യാബിന്റെ 2ാം നിലയിൽ നിന്നും എന്തോ തട്ടുന്ന ശബ്ദം കേട്ടു. അതായത് ആരോ ക്യാബിന്റെ ഉള്ളിൽ കയറി നടക്കുന്നുണ്ട്. വല്ലാതെ പേടിച്ചു. വെടിയേറ്റയാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് 2ാം നിലയിൽ എത്തിയിരിക്കാമെന്ന് വിചാരിച്ചു. പുറത്തുള്ള കാട് സുരക്ഷിതമാണ്. അവൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം. അവൾ ഉടൻ തന്നെ നായയുടെ കയറഴിച്ചു. നായയെയും കൂട്ടി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൾ ക്യാബിന്റെ പ്രധാന വാതിൽ തുറക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണത്തിന്റെ ഓർമ്മകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചത്. എല്ലാവരും തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ സ്വയം ശാന്തയാകാൻ ശ്രമിച്ചു. ഇതെന്റെ ക്യാബിനാണ്, ഞാനെന്തിനു ഭയന്നോടണം? മറിച്ച് മുകളിലുള്ള ആ വ്യക്തിയാണ് ഓടേണ്ടത്. എന്തിനാണ് അർദ്ധരാത്രിയിൽ അയാൾ എന്റെ ക്യാബിനിൽ അതിക്രമിച്ചു കടന്നത്? അവൾ നായയെ തിരികെ വിളിച്ചു. എടയും നായയും ഓരോ പടിയായി മുകളിലേക്ക് കയറാൻ തുടങ്ങി. തന്റെ കയ്യിലുള്ള വെടിയുണ്ടയില്ലാത്ത തോക്ക് അവൾ മുന്നോട്ട് നീട്ടി. ഇതൊരാളെ പേടിപ്പിക്കാൻ മാത്രം മതിയെന്ന് അവൾ വിചാരിച്ചു. ഏകദേശം അരമണിക്കൂറിന് ശേഷം പോലീസിന്റെ വാഹനങ്ങൾ സൈറം മുഴക്കി ക്യാബിനിലേക്കെത്തി. എടയുടെ സുഹൃത്ത് പോലീസിനെ വിളിച്ചിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തകർന്ന ജനലുകളും വെടിയുണ്ടകൾ തറച്ച പാടുകളും കണ്ട് ഇവിടെ ഒരു വലിയ വെടിവെപ്പ് നടന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തുറന്നു കിടന്ന പ്രധാന വാതിൽ വഴി പോലീസ് അകത്ത് കയറി. താഴത്തെ നിലയിൽ ആരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് അവർ മുകളിലത്തെ നിലയിലേക്ക് പോയി. മുകളിലും ആരും ഉണ്ടായിരുന്നില്ല. എടയോ അവൾ വെടിവെച്ചെന്ന് പറഞ്ഞ ആളോ അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസ് ആദ്യം എടയെ കണ്ടെത്താൻ ശ്രമിച്ചു. അവളുടെ ജീവൻ രക്ഷിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അവളുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഒരാളെ വെടിവെച്ചിട്ടുണ്ട്. അവന്റെ മൃതദേഹം അടുത്തെവിടെയെങ്കിലും കിടക്കുന്നുണ്ടാകാം. പോലീസ് ആ മൃതദേഹം അന്വേഷിച്ചു. എന്നാൽ അടുത്തൊന്നും ആ മൃതദേഹം ഉണ്ടായിരുന്നില്ല. വെടിയുണ്ടകളുടെ ഷെല്ലുകൾ മാത്രം അവർക്ക് ക്യാബിനിൽ നിന്നും ലഭിച്ചു. മുകളിലത്തെ നിലയിൽ നിന്നും എടയുടെ നായയെ അവർക്ക് കിട്ടി. കൂടാതെ അതേ നിലയിൽ തറയിൽ എടയുടെ തോക്കും ഷൂസും കിടക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഷൂസ് തിരക്കിട്ട് ഊരിയെറിഞ്ഞതുപോലെ. മുകളിലത്തെ നിലയിലെ ബാൽക്കണിയുടെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഷൂസുകൾ ആ ബാൽക്കണിക്ക് തൊട്ടടുത്താണ് കിടന്നിരുന്നത്. തിരക്കിട്ട് തന്റെ ഷൂസും തോക്കും മൊബൈലും അവിടെ എറിഞ്ഞ് നായയെ അവിടെ വിട്ട് ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി തന്റെ ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോയതായി ആർക്കും തോന്നാം. അവൾ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പോലീസ് കാട്ടിലും പരിസരത്തും വലിയ തിരച്ചിൽ നടത്തി.
രാത്രിയുടെ കനത്ത ഇരുട്ടിൽ ഈ കാട്ടിൽ ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. രാവിലെ പോലീസ് നാട്ടുകാരുടെ സഹായം തേടി. എടയെ മാത്രമല്ല, അവൾ വെടിവെച്ചെന്ന് പറഞ്ഞ മൃതദേഹത്തിനെയും അവർ തിരഞ്ഞു. പക്ഷെ ആരെയും കണ്ടെത്താനായില്ല. ഇരുവരും അപ്രത്യക്ഷരായിരിക്കുന്നു. പോലീസ് അടുത്തുള്ള ആശുപത്രികളിലെല്ലാം അന്വേഷിച്ചു. ഒരുപക്ഷെ വെടിയേറ്റയാൾക്ക് ജീവനുണ്ടെങ്കിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ടാവാം. എന്നാൽ വെടിയേറ്റ ഒരു വ്യക്തിയെയും അവിടെയെങ്ങും കണ്ടെത്തിയില്ല. ഒരുപക്ഷെ ഇത് ഇടയുടെ കാമുകന്റെ പണിയാവാമെന്ന് പോലീസിന് തോന്നി. കാമുകന് ഇടയോട് ശത്രുതയുണ്ടാവാം, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ കാമുകനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ചോദ്യം ചെയ്യലിൽ ഒന്നും തെളിഞ്ഞില്ല. കാരണം ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ കാമുകൻ ഇടയിൽ നിന്നും 150 മൈൽ അകലെ മറ്റൊരു നഗരത്തിൽ ജോലിയിലായിരുന്നു. അതുകൊണ്ട് ഇടയുടെ കാമുകനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു. കാമുകൻ നേരിട്ട് ചെയ്യാതെ മറ്റാരെങ്കിലും വെച്ച് ചെയ്യിപ്പിച്ചതാകാമെന്ന് പോലീസിന് തോന്നി. അവർ കാമുകന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചു. വല്ല കൊലയാളിക്കും പണം കൈമാറിയിട്ടുണ്ടോ എന്നറിയാൻ. എന്നാൽ അങ്ങനെയൊരു സംശയാസ്പദമായ ഇടപാടുകളും കണ്ടെത്തിയില്ല. ഇടയും കാമുകനും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാമുകന് പോലീസിൽ ക്ലീൻ ഷീറ്റ് നൽകേണ്ടി വന്നു. അതിനുശേഷം 2 മാസം മുമ്പ് ഇട ആക്രമിക്കപ്പെട്ട കേസ് പോലീസ് വീണ്ടും പരിശോധിച്ചു. ഒരുപക്ഷെ അജ്ഞാതൻ തന്റെ ജോലി പൂർത്തിയാക്കാൻ ഇടയെ പിന്തുടർന്ന് വന്നതാവാമെന്ന് പോലീസിന് തോന്നി. എന്നാൽ അതിലും കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് വീണ്ടും കൈമലർത്തേണ്ടി വന്നു. കാരണം ആരാണ് ഇടയെ ആക്രമിച്ചതെന്നതിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ കയ്യിൽ ഒരു തെളിവുമില്ലായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ കേസ് കൂടുതൽ കുഴഞ്ഞു. അതിന് പിന്നിൽ പ്രധാന കാരണം വെടിയുണ്ടകളായിരുന്നു. ക്യാബിന്റെ ഭിത്തികളിൽ നിന്നും കാടിന്റെ ഉള്ളിൽ നിന്നും കിട്ടിയ എല്ലാ വെടിയുണ്ടകളും ഷെല്ലുകളും പോലീസ് ശേഖരിച്ചു. എല്ലാം ഒരേ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടകളായിരുന്നു. ഇടയെ അക്രമി വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലും ഇടയുടെ കയ്യിലുള്ള അതേ തോക്ക് ആയിരിക്കണം. കുറച്ചധികം സമയം കഴിഞ്ഞിട്ടും അക്രമിയെയും ഇടയെയും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾ ഊഹിക്കാൻ തുടങ്ങി, ഇത് കാമുകന്റെയോ അക്രമിയുടെയോ പണിയല്ല, മറിച്ച് ഇട സ്വയം ചെയ്തതാണെന്ന്. ഈ ലോകത്തുള്ള ആളുകളുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷയാകാൻ വേണ്ടി അവൾ സ്വയം ചെയ്തതാണിതെല്ലാം. ഒരുപക്ഷെ ആളുകൾ അവളെ കാണാതായി കരുതുകയോ മരിച്ചതായി കരുതുകയോ ചെയ്യട്ടെ. അവൾക്ക് ലോകത്തിൽ നിന്നും മറഞ്ഞു ജീവിക്കണം. എന്തിനാണ് അവൾ ഇത് ചെയ്തതെന്ന് ആളുകൾ ചിന്തിച്ചു. അതുമാത്രമല്ല, ചിലർ ഈ കാട്ടിൽ അന്യഗ്രഹ ജീവികൾ വന്നിട്ടുണ്ടാവുമെന്നും അവർ ഇടയെ തട്ടിക്കൊണ്ടുപോയതാവുമെന്നും വരെ വാദിച്ചു. കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഈ കേസ് തണുത്തു തുടങ്ങി. ഇടയുടെ കുടുംബം അവളെ കാണാത്തതിനെ കുറിച്ച് പോസ്റ്ററുകൾ സ്ഥാപിച്ചു. ആർക്കെങ്കിലും അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിലോ അതിനായി അറിയിക്കാനായി. 2 മാസത്തിന് ശേഷം 2019 ഡിസംബർ 21-ന് ഇടയുടെ കുടുംബം ക്യാബിനിൽ പോകാൻ തീരുമാനിച്ചു. അവർ കുറച്ചു ദിവസം അവിടെ ചെലവഴിക്കാൻ പ്ലാൻ ചെയ്തു. ഉച്ചതിരിഞ്ഞാണ് കുടുംബം ക്യാബിലെത്തിയത്. അവർ അവരുടെ സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് ആ ക്യാബിനടുത്ത് അവർക്ക് സ്വന്തമായി ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. ഒരുപാട് കാലമായി വെള്ളം മാറ്റാത്തത് കൊണ്ട് അതിലെ വെള്ളം വല്ലാതെ മലിനമായിരുന്നു. അതിൽ നിറയെ പ്രാണികളും ദുർഗന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രാത്രി ആ കുളത്തിലെ വെള്ളം മുഴുവനും ഒഴിവാക്കി കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കാൻ അവർ തീരുമാനിച്ചു. കുടുംബം മുഴുവനും ബക്കറ്റുകളുമായി കുളത്തിലിറങ്ങി. ഓരോ ബക്കറ്റായി വെള്ളം കോരി പുറത്തേക്കൊഴിച്ചു. പെട്ടെന്നെല്ലാവരും ബക്കറ്റുകൾ താഴെയിട്ടു. കാരണം അവർക്കിപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കുളത്തിൽ 1-2 അടി വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഒരു മനുഷ്യന്റെ കാൽമുട്ട് വരെ മാത്രം ഉയരം വരുന്ന വെള്ളം. ഈ വെള്ളം മുഴുവനും കോരി മാറ്റിയപ്പോൾ അവർ കണ്ടത് ഇടയുടെ മൃതദേഹം കുളത്തിന്റെ അടിയിൽ കമിഴ്ന്നു കിടക്കുന്നതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? കുടുംബം ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വാഹനങ്ങൾ വീണ്ടും ക്യാബിലെത്തി. ക്യാബിനിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകലെയായിരുന്നു ഈ കുളം. കുളം ഒരു ക്രൈം സീനായി മാറി. പോലീസ് മൃതദേഹം പരിശോധിച്ചു. ഇടയുടെ മൃതദേഹം പുറത്തെടുത്തു. അക്രമി ഇടയെ പിന്തുടർന്നു വന്ന് വെടിവെച്ചു കൊന്ന് മൃതദേഹം കുളത്തിൽ ഒളിപ്പിച്ചതാവാമെന്ന് പോലീസിന് തോന്നി. എന്നാൽ പ്രശ്നം അവിടെയായിരുന്നില്ല. ഇടയുടെ മൃതദേഹത്തിൽ വെടിയേറ്റതിന്റെയോ മുറിവേറ്റതിന്റെയോ ഒരൊറ്റ പാടുകൾ പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ ശരീരത്തിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചിന്തിച്ചു, ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? അവൾ എങ്ങനെ മരിച്ചു? അവളെ പിന്തുടർന്ന ആ ആൾ ആരായിരുന്നു? ആ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് 4 മാസം മുമ്പ് ഇട ആക്രമിക്കപ്പെട്ട് ആ സമയത്തേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ആ ആക്രമണത്തിന് ശേഷം ഇട വല്ലാതെ അസ്വസ്ഥയായിരുന്നു. അവൾ വിഷാദത്തിലേക്കും കടുത്ത ഉത്കണ്ഠയിലേക്കും വീണുപോയിരുന്നു. ജീവിതത്തിൽ നിരാശയും വിഷാദവുമുള്ള ഒരാൾ എന്തിന്റെ സഹായം തേടും? അതെ, ആളുകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഇടയും അത് തന്നെ ചെയ്തു. ആ ആക്രമണത്തിന് ശേഷം അവൾ പലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ക്യാബിനിൽ തങ്ങിയ ആ രാത്രി 1:30 അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ ഉറക്ക ഗുളികകൾ കഴിച്ചു. എന്നിട്ടും ഉറക്കം വന്നില്ല. അതുകൊണ്ട് 1:30 അവൾ നായയുമായി പുറത്തേക്ക് നടക്കാൻ പോകാനും ശുദ്ധവായു ശ്വസിച്ച് മനസ്സ് ശാന്തമാക്കാനും തീരുമാനിച്ചു. നായയുമായി പുറത്തു വന്നപ്പോൾ അവൾ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്തു. എന്നാൽ വാസ്തവത്തിൽ അവൾ സിഗരറ്റ് അല്ല വലിച്ചത്. പകരം അവൾ മെത്താഫെറ്റമിൻ എന്ന മാരകമായ ലഹരി വസ്തുവാണ് ഉപയോഗിച്ചിരുന്നത്. മെത്താഫെറ്റമിൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് തൽക്കാലത്തേക്ക് വലിയ ശക്തി തോന്നുമെങ്കിലും അതിന്റെ ലഹരി കുറയുമ്പോൾ ഉത്കണ്ഠയും വിഷാദവും തിരികെ വരും. അതിലുപരി ഇത് കടുത്ത മതിഭ്രമത്തിലേക്ക് എത്തിക്കും. വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മനസ്സ് പോകും. രാത്രി 1:30 മെത്താഫെറ്റമിൻ ലഹരിയിൽ നിൽക്കുമ്പോഴാണ് നായ അസ്വസ്ഥയാവുകയും അവൾ ടോർച്ചടിച്ച് ആ വലിയ സിംഹത്തെ കാണുകയും ചെയ്തത്.
ആ കാഴ്ച ലഹരിയിലായിരുന്ന എഡയുടെ മനസ്സിൽ ഭയം നിറച്ചു. സിംഹം തിരിഞ്ഞുപോയെങ്കിലും ഭയം അവളുടെ മനസ്സിൽ നിന്നും മാറിയില്ല. എഡ ക്യാബിനിലേക്ക് തിരിച്ചുപോയി വാതിലടച്ചു. എന്നാൽ ആ ഭ്രാന്തമായ അവസ്ഥ തുടർന്നു. ആരോ തന്നെ പിന്തുടർന്ന് ക്യാബിൻ വരെ എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. ആ സിംഹമായിരിക്കാം അത്. ഈ ചിന്ത അവളെ കൂടുതൽ ഭയപ്പെടുത്തി. അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കി. വാസ്തവത്തിൽ അവൾക്ക് തോക്ക് കയ്യിലുള്ള ഒരു രൂപത്തെ കാണാൻ കഴിഞ്ഞു. എന്നാൽ അവൾ കണ്ടത് ജനൽ ചില്ലിലെ സ്വന്തം പ്രതിബിംബമായിരുന്നു എന്നവൾക്ക് മനസ്സിലായില്ല. മെത്താഫെറ്റമിന്റെ ലഹരിയിൽ അവൾക്ക് സ്വന്തം മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്വന്തം പ്രതിബിംബത്തെ കണ്ട് പേടിച്ചവൾ തോക്കെടുത്ത് ജനലിലേക്ക് വെടിവെച്ചു. അവൾ വെടിവെച്ച ഓരോ ജനൽ ചില്ലിലും അവളുടെ പ്രതിബിംബം ഉണ്ടായിരുന്നത് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഒരാളായി അവൾക്ക് തോന്നി. വെടിയുണ്ടകൾ ഗ്ലാസിൽ തട്ടിയപ്പോൾ അവൾ കരുതി താൻ ഒരാളെ കൊന്നുവെന്ന്. അവൾ കേട്ട കാൽപെരുമാറ്റത്തിന്റെ ശബ്ദങ്ങൾ ഒരുപക്ഷെ കാട്ടിലെ മറ്റ് മൃഗങ്ങളുടേതാകാം. എന്നാൽ അവളുടെ ഭ്രാന്തമായ മനസ്സ് അതിനെ തന്നെ പിന്തുടരുന്ന ഒരാളുടെ കാൽവെപ്പായി സ്വീകരിച്ചു. അവസാനം തന്നെ കൊല്ലാമെന്നയാൾ രണ്ടാം നിലയിലെത്തിയെന്ന് വിചാരിച്ച് അവൾ അവനെ നേരിടാനായി നേരെ മുകളിലേക്ക് പോയി. അവളുടെ തോക്കിൽ വെടിയുണ്ടകൾ ഉണ്ടായിരുന്നില്ല. മുകളിലെത്തിയിട്ടും ആരെയും കാണാതായപ്പോൾ ഭ്രാന്ത് മൂത്ത അവൾ ബാൽക്കണിയുടെ വാതിൽ തുറന്ന് ഫോണും തോക്കും ഷൂസും ഉപേക്ഷിച്ച് താഴേക്ക് ചാടി. ക്യാബിന് പുറത്തുള്ള കാടാണ് സുരക്ഷിതമെന്നും തന്നെ കൊല്ലാൻ വന്നയാൾ വീടിന്റെ ഉള്ളിലുണ്ടെന്നും അവൾ വിചാരിച്ചു. അവൾ ഓടി കാട്ടിലേക്ക് പോയി. അവിടെ ഓടുന്നതിന്റെ ഇടയിൽ അവൾ നേരെ കുളത്തിൽ ചെന്ന് വീണു. അവളുടെ അവസ്ഥ എത്ര ഭയങ്കരമായിരുന്നു എന്ന് നോക്കൂ. ലഹരിയിൽ മയങ്ങിക്കിടന്നവൾ താൻ കുളത്തിൽ വീണ കാര്യം പോലും അറിഞ്ഞില്ല. വെറും 2 അടി വെള്ളം. ഒരു കുഞ്ഞിന് പോലും രക്ഷപ്പെടാൻ കഴിയുന്ന ആഴമേ ഉണ്ടായിരുന്നുള്ളൂ. 44 വയസ്സുള്ള അവൾക്ക് ഈ വെള്ളത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അവൾ അവിടെ വീഴുകയും അതേ ലഹരിയുടെ അവസ്ഥയിൽ അബോധാവസ്ഥയിലാവുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ തണുപ്പ് കൂടുതലായിരുന്നു. കുളത്തിലെ വെള്ളം വളരെ തണുത്തതായിരുന്നു. വീണ ഉടൻ തന്നെ അവൾക്ക് ഹൈപ്പോതെർമിയ പിടിപെട്ടു. ശരീരത്തിലെ കടുത്ത ലഹരിയും തണുപ്പും ഒത്തുചേർന്നപ്പോൾ സ്വന്തം പ്രതിബിംബത്തെ പേടിച്ചോടിയ എഡ ആ ആഴം കുറഞ്ഞ കുളത്തിൽ മുങ്ങി മരിച്ചു. വാസ്തവത്തിൽ അവൾ തന്നെ പേടിച്ച് ഓടിപ്പോവുകയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള അവളുടെ ശ്രമം ആഴം കുറഞ്ഞ വെള്ളത്തിൽ അവളുടെ ജീവനെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഡയുടെ ശരീരത്തിൽ മയക്കുമരുന്നിന്റെ അളവ് വളരെ കൂടുതലായിരുന്നുവെന്ന് കണ്ടെത്തി. എഡയുടെ കാമുകൻ അയച്ച മെസ്സേജുകളും സുഹൃത്തിന്റെ മൊഴികളും കണക്കിലെടുത്താണ് ഡോക്ടർമാരും പോലീസും ഈ സിദ്ധാന്തത്തിലെത്തിയത്. എന്തായാലും ഈ കഥയുടെ ഈ ക്ലൈമാക്സ് നിങ്ങൾ ഊഹിച്ചിരുന്നോ? സത്യം പറഞ്ഞാൽ ഈ കഥ ആദ്യമായിട്ട് വായിച്ചപ്പോൾ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തായിരിക്കും അവസാനമെന്ന്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പോകല്ലേ, അടുത്ത കഥയും കൂടി ഉണ്ട്, അത് കേട്ടിട്ട് പോകും. കഥയുടെ തുടക്കത്തിൽ തന്നെ ഇത് മനസ്സിലാക്കാൻ നമ്മൾ 2000-ലെ ലണ്ടനിലേക്ക് പോകണം. എന്നാൽ ഈ കഥ ആരംഭിക്കുന്നത് 1979-ൽ ബംഗ്ലാദേശിലാണ്. അവിടെയാണ് പോളി ചൗധരി എന്ന പെൺകുട്ടി ജനിച്ചത്. എന്നാൽ പോളി ചൗധരിയുടെ ജീവിതം ക്രമേണ മോശമായിക്കൊണ്ടേയിരുന്നു. അവളുടെ കുടുംബം വളരെ നിയന്ത്രണത്തിലുള്ള ആളുകളായിരുന്നു. പോളി വലുതായപ്പോൾ അവളുടെ മാതാപിതാക്കൾ ലണ്ടനിലുള്ള ഒരാളുമായി അവളുടെ വിവാഹം നടത്തി. അങ്ങനെ പോളി ബംഗ്ലാദേശിൽ നിന്നും ലണ്ടനിലേക്ക് താമസം മാറി ഭർത്താവിനൊപ്പം ജീവിക്കാൻ തുടങ്ങി. ഇത് ഏകദേശം 1990-കളുടെ കാര്യമാണ്. എന്നാൽ ഈ ബന്ധം പെട്ടെന്ന് തന്നെ ദുരന്തമായി മാറി. താൻ കുട്ടികളെ പ്രസവിക്കാനുള്ള ഒരു യന്ത്രം മാത്രമായി മാറിയെന്ന് പോളിക്ക് തോന്നി. 3 കുട്ടികൾ അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അവളുടെ ഭർത്താവിന് അവളുമായി യാതൊരു വൈകാരിക ബന്ധവും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവളെ എപ്പോഴും ഉപദ്രവിക്കും. അവൾക്ക് പുറത്തു പോകുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് പോളിക്ക് തോന്നി. അവൾ ഓൺലൈൻ വഴി പല കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിന്റെ ഡോക്യുമെന്ററികളെ കുറിച്ചുമുള്ള നിരവധി TV ഷോകൾ കണ്ടു. ഈ കാര്യങ്ങൾ കാണുന്നതിലൂടെ പോളിയുടെ ജീവിതം അതുമായി വളരെയധികം ബന്ധമുള്ളതായി തോന്നി. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തനിക്ക് മാത്രമല്ല മറ്റു പലർക്കും ഈ അനുഭവം ഉണ്ടെന്നും പോളിക്ക് തോന്നി. വാസ്തവത്തിൽ പോളിയുടെ വിവാഹത്തിന് മുമ്പ് അവൾ ബംഗ്ലാദേശിലായിരുന്നപ്പോൾ തന്റെ കാമുകനിൽ നിന്നും അവൾ ഗർഭിണിയായിരുന്നു. ഇതറിഞ്ഞ പോളിയുടെ കുടുംബം വളരെ ദേഷ്യപ്പെടുകയും ആദ്യം പോളിയുടെ ഗർഭം അലസിപ്പിക്കുകയും രണ്ടാമതായി വരന്റെ പശ്ചാത്തലമോ തങ്ങളുടെ മകളെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ എന്നൊന്നും നോക്കാതെ തിടുക്കത്തിൽ വിവാഹം നടത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് 1996-ഓടെ പോളിക്കൊരു പ്രതീക്ഷയുണ്ടായി. കാരണം പോളി ഒരു ജോലിക്ക് പോയി തുടങ്ങി. അവൾക്ക് സ്വന്തം കുട്ടികളെ വളർത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഈ ലണ്ടൻ നഗരം എത്രത്തോളം ചെലവേറിയതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ അവൾക്ക് അവളുടെ ചെലവുകൾ താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പോളിക്ക് നിർബന്ധിതമായി തന്റെ 3 കുട്ടികളെയും ബംഗ്ലാദേശിലെ കുടുംബത്തിന്റെ അടുത്തേക്ക് അയക്കേണ്ടി വന്നു. ഇപ്പോൾ പോളി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. എന്നാൽ 1996 ആയപ്പോഴേക്കും പോളിയുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുടെ കിരണം കണ്ടു. അവൾ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ വെച്ച് അഫ്സൽ അലി എന്നൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവനുമായി അടുത്തു. തങ്ങൾ പരസ്പരം പൂർണ്ണരാണെന്നും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അവർക്ക് തോന്നി. അഫ്സലും പോളിയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുകയും ലണ്ടനിലെ തന്നെ ചാട്ട്വെൽ ഹീത്ത് എന്ന സ്ഥലത്ത് ഒരു ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയും ചെയ്തു. ക്രമേണ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. പോളി വീണ്ടും ഗർഭിണിയായി. അഫ്സൽ അലിയുടെ 3 കുട്ടികൾ പോളിക്കുണ്ടായി. എല്ലാം നല്ലതായി തോന്നിയെങ്കിലും
ഇതിനുശേഷം വരാനിരിക്കുന്ന സംഭവമാണ് ഈ കഥ പറയാൻ കാരണം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാനാവാത്ത ഒന്ന് അവിടെ സംഭവിച്ചു. അഫ്സലലിയുടെ അഭിപ്രായത്തിൽ ഈ സമയമായപ്പോഴേക്കും പോളി ഒരു മികച്ച അമ്മയായിരുന്നു. അഫ്സലലിയുമായുള്ള തന്റെ 3 കുട്ടികളെയും അവൾ നന്നായി പരിചരിച്ചു. കുട്ടികളെ മാത്രമല്ല, ഭർത്താവിനെയും. എന്നാൽ പോകുന്ന സമയം പോലെ തന്നെ പോളിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അഫ്സലലിക്ക് തോന്നാൻ തുടങ്ങി. അത് പോളിയോട് സംസാരിച്ചപ്പോൾ പോളി പറഞ്ഞത് ഇങ്ങനെയാണ്: തന്നിലെന്തോ ദുശക്തിയുണ്ടെന്നും പ്രേതങ്ങളുമായി താൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവൾ പറഞ്ഞു. 2007 വരെ എല്ലാം നന്നായി പോയി. എന്നാൽ 2007 അവർ ഫ്ളാറ്റ് എടുത്ത് താമസിച്ചിരുന്ന ചാറ്റ്വെൽ ഹീത്തിൽ അവരുടെ ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലേക്ക് കിക്കി മുദ്ര എന്ന 41 വയസ്സുള്ള ഒരു സ്ത്രീ വാടകയ്ക്ക് താമസിക്കാൻ വന്നു. അവർ വന്ന ഉടൻ തന്നെ പോളിയും കിക്കിയും നല്ല സുഹൃത്തുക്കളായി മാറി. വളരെ പതുക്കെ എന്നാൽ ക്രമേണ കിക്കി പോളിയുടെ വീട്ടിൽ വരാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും അവളുടെ കുടുംബവുമായി അടുത്തിടപഴകാനും തുടങ്ങി. എന്നാൽ ഈ 3 വർഷത്തിന്റെ ഇടയിൽ സ്വയം സഹാനുഭൂതി നേടുന്നതിനായി കിക്കി പോളിയോട് പറഞ്ഞു താൻ ഒരു ക്യാൻസർ രോഗിയാണെന്നും എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്നും കൂടാതെ കിക്കിയുടെ മുൻ കാമുകൻ ലണ്ടനിലെ ഒരു കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെന്നും അവൾ പറഞ്ഞു. പോളി, അവളുടെ ഭർത്താവ് അഫ്സലലി എന്നിവർ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കാണുന്ന ആർക്കും സഹാനുഭൂതി തോന്നുമല്ലോ. പാവം, അവളൊരു ക്യാൻസർ രോഗിയാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്ന് അവർക്കും തോന്നി. അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കിക്കി മുദ്ദറിനെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ ക്രമേണ അഫ്സലലിക്ക് ഈ കാര്യങ്ങൾ നെഗറ്റീവായി തോന്നാൻ തുടങ്ങി. അവൾ തന്റെ ഭാര്യ പോളിയുമായി സംസാരിച്ചു. അവൾ നമ്മുടെ കുടുംബകാര്യങ്ങൾ അമിതമായി ഇടപെടുന്നു. ഞാൻ ഓഫീസിൽ നിന്നും വരുമ്പോഴെല്ലാം അവൾ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടാവും. ദയവായി അവളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക, ശ്രദ്ധിക്കാമെന്ന് പോളിയും പറഞ്ഞു. എന്നാൽ അഫ്സലലിയുടെ എതിർപ്പിന് ശേഷവും പോളി കിക്കി മുദ്ദറുമായി അത്രയധികം അടുത്തിരുന്നു. അവൾ അഫ്സലലിയെ ഒളിപ്പിച്ച് അവളുടെ വീട്ടിൽ പോകാനും അവളെ തന്റെ അടുത്തേക്ക് വിളിക്കാനും തുടങ്ങി. ക്രമേണ പോളി അഫ്സലലിയുടെ വാക്കുകൾ അവഗണിക്കാൻ തുടങ്ങി. കാരണം അവൾ തന്റെ എല്ലാ സമയവും കിക്കി മുദ്ദറിനായിരുന്നു നൽകിയിരുന്നത്. അവസാനം അഫ്സല് പോളിയോട് തുറന്നു പറഞ്ഞു, അവൾ നമ്മുടെ കുടുംബത്തിൽ അമിതമായി ഇടപഴകിയാൽ അവൾ ദിവസവും മുഴുവനും ഇവിടെ വന്ന് നെഗറ്റിവിറ്റി പരത്തുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് 24 മണിക്കൂർ നിന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഞാനില്ലാത്തപ്പോൾ അവൾ നിന്നെ എന്തെല്ലാം പറഞ്ഞ് പ്രേരിപ്പിക്കുന്നുണ്ടാവും, ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ടാവും. അതുപോലെ നിന്റെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ വളരെ വിഷാദകരമായ അവസ്ഥയിൽ നിന്നും പുറത്തു വന്നവളാണ്. ഇപ്പോൾ നിനക്കൊരു നെഗറ്റീവ് വ്യക്തിയെ ലഭിച്ചിരിക്കുന്നു. എനിക്കിത് തീരെ ഇഷ്ടമല്ല. എന്റെ കുട്ടികൾ പോലും അവളുടെ പ്രേരണയിൽ വഞ്ചിതരായി അവൾ പറയുന്നത് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ പോളി കിക്കിയോട് അത്രയധികം ഗൗരവത്തിലായിരുന്നു. അവർക്കിടയിൽ തെറ്റായി ഒന്നുമില്ലെങ്കിലും പോളി കിക്കിയിൽ അമിതമായി ആകൃഷ്ടയായിരുന്നു. അവൾ 24 മണിക്കൂറും കിക്കിയോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടു. അതവൾക്ക് വലിയ സന്തോഷം നൽകി. കിക്കിയുടെ ഭൂതകാലം അന്വേഷിച്ചപ്പോൾ അധികമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളൊരു ഫാൻസി ലോകത്താണ് ജീവിക്കുന്നത്. അതായത് സ്വന്തമായി ഒരു സാങ്കല്പിക ലോകം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെ ആളുകളിൽ നിന്നും സഹാനുഭൂതി നേടാൻ ശ്രമിക്കുന്നു. തനിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ടായിരുന്നുവെന്നും അവരെല്ലാം തന്നെ വഞ്ചിച്ചുവെന്നും താൻ ക്യാൻസർ രോഗിയുമായി എന്നും അവൾ പറഞ്ഞു. അവൾക്ക് സ്ഥിരമായ ജോലിയോ ക്യാൻസറിന് ചികിത്സിക്കാൻ പണമോ ഇല്ലായിരുന്നു. ഇത് കേട്ട പോളിക്ക് വളരെ വിഷമം തോന്നി. അവൾക്ക് പണം നൽകാൻ തുടങ്ങി. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ ചികിത്സ നടത്താം, അവൾ പറഞ്ഞു. മറുവശത്ത് അഫ്സലലി കിക്കി മുദ്ദറിനെ കാണുമ്പോൾ വളരെ ദേഷ്യപ്പെടുകയും അസ്വസ്ഥനാകുകയും ചെയ്തു. ഇവൾ എന്തിനാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്? എന്തിനാണ് നമ്മുടെ ഇടയിലിരിക്കുന്നത്? അത് അഫ്സലലി പറയാൻ കാരണം അവൾ ശരിയല്ലെന്ന് അഫ്സലിന് തോന്നാൻ തുടങ്ങിയിരുന്നു. അവൾ തന്റെ ഭാര്യയെ മാത്രമല്ല തന്റെ കുട്ടികളെയും നിയന്ത്രിക്കാൻ തുടങ്ങി. താൻ വീട്ടിലായിരിക്കുമ്പോൾ കുട്ടികൾ തന്റെ അടുത്തേക്ക് വരാൻ പോലും തയ്യാറാവുന്നില്ല. അവന് വീട്ടിൽ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ഇത്രയധികം പറഞ്ഞിട്ടും പോളിക്കോ കിക്കിയോ യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവർ തങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തിയില്ല. ഈ ഘട്ടത്തിൽ അഫ്സലലി തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ഇല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയ ഫ്ളാറ്റ് വിൽക്കാൻ അയാൾ തീരുമാനിച്ചു, അതും മറ്റൊരു പ്രദേശത്ത്. അങ്ങനെ തന്റെ കുടുംബത്തെ ആ പ്രദേശത്തേക്ക് മാറ്റാനും കിക്കി മുദ്രയിൽ നിന്നും മോചനം നേടാനും കിക്കിയോട് അമിതമായി ആകൃഷ്ടയായ തന്റെ ഭാര്യ പോളിയുമായി കുറച്ചകലം പാലിക്കാനും അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ അടുത്തുള്ള മറ്റു കോളനിയിൽ അഫ്സലലി ഒരു പുതിയ ഫ്ളാറ്റ് വാങ്ങി. ഈ ഫ്ളാറ്റ് വിൽക്കുകയും കിക്കി മുദ്രനോട് തങ്ങൾ ഈ ഫ്ളാറ്റ് വിട്ടുപോവുകയാണെന്ന് പറയുകയും ചെയ്തു. കുടുംബം പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. എന്നാൽ അവർ താമസം മാറ്റി വെറും 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. ഒരു ദിവസം വൈകുന്നേരം അഫ്സലലി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പ്രധാന വാതിൽ തുറന്നപ്പോൾ അകത്തെ സോഫയിൽ കിക്കി മുദ്ര തന്റെ ഭാര്യ പോളിയോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട അഫ്സലിന് വളരെയധികം ദേഷ്യം വന്നു. അവൻ അകത്തെ മുറിയിലേക്ക് പോയി പോളിയെയും കൂട്ടി ചോദിച്ചു, ഇവൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ വീട് വിറ്റില്ലേ, അത് ഇവളെ പേടിച്ചിട്ടാണ്. എന്നാൽ പോളി അവനെ സമാധാനിപ്പിച്ചു. നോക്കൂ, അവളൊരു ക്യാൻസർ രോഗിയാണ്. അവൾക്ക് ഒരുപാട് വേദനയുണ്ടായി. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു. എനിക്കൊരു സുഹൃത്തോ കുടുംബമോ സഹായത്തിനില്ല എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, നീ എന്റെ പുതിയ വീട്ടിലേക്ക് വരൂ, കുറച്ചു നേരം ഇവിടെ നിൽക്കൂ. ആ സമയത്ത് പോളി അഫ്സലലിയോട് പറഞ്ഞു, ദയവായി ദേഷ്യപ്പെടരുത്. അവൾ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. എന്നാൽ രാത്രിയായിട്ടും കിക്കി സ്വന്തം വീട്ടിലേക്ക് പോയില്ല. അഫ്സലലി വീണ്ടും പോളിയോട് പറഞ്ഞു,
രാത്രിയായി, ഇതുവരെ അവൾ വീട്ടിലേക്ക് പോയിട്ടില്ല. പോളി പറഞ്ഞു, ഇന്ന് രാത്രി അവൾ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കും. പുറത്ത് സോഫയിൽ കിടക്കും, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവളൊരു അതിഥിയാണ്, നമുക്കവൾ ഇങ്ങനെ പറഞ്ഞയക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും കിക്കി മുദ്ദർ ആ ഫ്ലാറ്റ് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? അവൾ അവിടെ തന്നെ തമ്പടിച്ചിരുന്നു. അഫ്സലലിക്ക് വളരെയധികം അസ്വസ്ഥത തോന്നി. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വൈകിയെത്തിയ അഫ്സലലി വീടിന്റെ പ്രധാന വാതിൽ തുറന്നപ്പോൾ ലിവിംഗ് ഹാളിൽ കിക്കി മുദ്ദറിനെ കണ്ടില്ല. ഇത് കണ്ട അഫ്സലലിക്ക് വളരെയധികം സന്തോഷം തോന്നി. അവൻ ഉടൻ തന്നെ വലിയൊരു ചിരിയോടെ തന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. കാരണം തന്റെ ഭാര്യ പോളി അവിടെ ഉണ്ടാവണം. എന്നാൽ അവൻ കിടപ്പുമുറിയിലെ വാതിൽ തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം പോളി കിക്കിയോടൊപ്പം കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പോളി അഫ്സലലിയെ വാതിൽക്കൽ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റ് ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. അവനെ വലിച്ചഴിച്ച് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, നോക്കൂ, അവൾക്ക് ഒരുപാട് വേദനയുണ്ട്, അവൾക്ക് സുഖമില്ലാത്ത അവസ്ഥയിലാണ്. ഇന്ന് രാത്രി നീ പുറത്ത് സോഫയിൽ കിടന്നാൽ അവൾക്ക് നന്നായിരിക്കും. അവൾക്ക് സോഫയിൽ കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്, അതുകൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, പുറത്ത് സോഫയിൽ കിടക്കൂ. ഈ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഭർത്താവ് ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുന്നു. ഒരു അപരിചിതയായ സ്ത്രീ വീട്ടിൽ അതിക്രമിച്ചു കിടന്ന് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന ചിന്തയിൽ അയാൾക്ക് അല്ലെങ്കിൽ തന്നെ വിഷാദമുണ്ട്. ഇപ്പോൾ അതിര് കടന്നിരിക്കുന്നു. അവൾ അവന്റെ കട്ടിലേക്ക് വരെ എത്തിയിരിക്കുന്നു. പോളിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം ഭർത്താവിനോട് ഇന്ന് രാത്രി സോഫയിൽ കിടക്കാൻ പറയുന്നു. 2013. അപ്പോഴേക്കും അഫ്സലലിയുടെ പരിധി ലംഘിച്ചിരുന്നു. എല്ലാം ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. ഇല്ല, എനിക്കിത് സഹിക്കാൻ കഴിയില്ല. എന്റെ വിവാഹ ജീവിതം നല്ല രീതിയിൽ ആകാനും എന്റെ ഭാര്യയെ ഈ കാര്യങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവൾ തയ്യാറാവുന്നില്ല. അവൾ ഈ കിക്കി മുദ്ദറിന്റെ വാക്കുകളിൽ പൂർണ്ണമായും വശീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 2013 അവൻ തന്റെ ഭാര്യയിൽ നിന്നും വേർപിരിയാൻ തീരുമാനിച്ചു. അവൻ മറ്റൊരു സ്ഥലത്തൊരു പുതിയ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് തന്റെ മൂത്ത മകളെ കൂടെ കൊണ്ടുപോയി. ഇന്നു മുതൽ മൂത്ത മകൾ എന്റെ കൂടെ ഉണ്ടാവും. ചെറിയ 2 പെൺകുട്ടികൾ അവളുടെ കൂടെയും ഉണ്ടാവും. ഇനി ഈ കിക്കി മുദ്ദറിനോടൊപ്പം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവളെ നിന്റെ ഭർത്താവാക്കുകയോ ദൈവമാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ വെറുതെ വിടുക. ഞാനിനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവുകയാണെന്ന് അവൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ അഫ്സലലി തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ വീട് വിട്ടു. മൂത്ത മകളെയും കൂട്ടി അടുത്തുള്ള മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറി. ഈ ഘട്ടത്തിൽ കിക്കി മുദ്ദറും പോളി ചൗധരിയും അവരുടെ 2 ചെറിയ കുട്ടികളോടൊപ്പം വീട്ടിൽ ഒറ്റയ്ക്കായി. എന്നാൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതോടെ പോളി തന്റെ 2 ചെറിയ പെൺകുട്ടികളിൽ ഏറ്റവും ഇളയ മകളായ 8 വയസ്സുള്ള ആയിഷ അലിയുടെ ജീവിതം കൂടുതൽ മോശമാകാൻ തുടങ്ങി. കാരണം അവൾ തന്റെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൾ സുരക്ഷിതയായിരുന്നു. അഫ്സലലി പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു രാത്രി കിക്കിയും പോളിയും കട്ടിലിൽ കിടന്ന് ഫോൺ നോക്കുകയായിരുന്നു. അപ്പോൾ പോളിയുടെ ഫേസ്ബുക്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ജെമി എന്നു പേരുള്ള ഒരു യുവാവ് അവൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. പോളി ഉടൻ തന്നെ അത് സ്വീകരിച്ചു. പോളി തിരിഞ്ഞ് കിക്കിയോട് ഈ വിവരം പറഞ്ഞപ്പോൾ തനിക്കൊരു ചെറുപ്പക്കാരന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നും ഒരു മെസ്സേജും വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. കിക്കിക്ക് അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ശരി, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കട്ടെ, എന്താണതിൽ പ്രശ്നം? ക്രമേണ ആ രാത്രികൾ ഇങ്ങനെ കടന്നുപോയി. മാത്രമല്ല പോളി ജെമിയുമായി കിക്കിയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ വളരെ ചൂടുള്ളതായിരുന്നു. വാസ്തവത്തിൽ ജെമിയും പോളിയും വളരെ അടുപ്പത്തിലായി. കാണാതെ തന്നെ ജെമി തന്റെ ഫോട്ടോ പോളിക്ക് അയച്ചു. പോളി അവന്റെ സ്നേഹത്തിൽ പൂർണ്ണമായും വീണുപോയിരുന്നു. ജെമി ലൈംഗിക അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പോളി വളരെ ആവേശത്തോടെ ജെമിയോട് പറഞ്ഞു, എനിക്ക് നിന്റെ കുട്ടികളെ വേണം. അതായത് നമ്മൾ ഒരുമിച്ച് കുട്ടികളെ ഉണ്ടാക്കുകയും ഒരു കുടുംബം സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫേസ്ബുക്കിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ജെമി തന്റെ കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞു. അവൻ എല്ലാവരുടെയും പ്രൊഫൈലുകൾ കാണിച്ചു. ഇതെന്റെ അമ്മ, ഇതെന്റെ സഹോദരി, ഇതെന്റെ സഹോദരന്മാർ, ഇതെന്റെ അകന്ന ബന്ധുക്കൾ, എല്ലാവരെയും കാണിച്ചു. പോളി അവർക്കെല്ലാം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. അവൾ അവരുമായി സംസാരിക്കാൻ തുടങ്ങി. അവൾ അവരെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. കാരണം താൻ ജെമിയെ വിവാഹം കഴിക്കുമ്പോൾ എല്ലാവരും തന്റെ കൂടെ ഉണ്ടാകണം. പോളി എല്ലാവരെയും സംസാരിച്ച് സന്തോഷിപ്പിച്ചു. പോളിയെ നേരിട്ട് കാണാൻ എല്ലാവർക്കും വളരെ ആവേശമായിരുന്നു. വാസ്തവത്തിൽ ജെമിക്കും പോളിയെ കാണാൻ വലിയ ആവേശമായിരുന്നു. എന്നാൽ അവർക്കൊരിക്കലും നേരിൽ കാണാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ സംഭാഷണം ചാറ്റിൽ മാത്രം ഒതുങ്ങി. പോളി തന്നെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തന്റെ ഭൂതകാലം, നിലവിലെ വിവാഹം എങ്ങനെയായിരുന്നു, എത്ര കുട്ടികളുണ്ട്, എങ്ങനെയാണ് താൻ കിക്കി മുദ്ദറിനൊപ്പം വീട്ടിൽ താമസിക്കുന്നത്, താൻ അവളെ പരിപാലിക്കുന്നു, അവൾ തന്റെ അടുത്ത സുഹൃത്താണെന്നല്ല. കിക്കി മുദ്ദറിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു ഘട്ടത്തിൽ ജെമി പോളിയോട് പറഞ്ഞു, നിന്റെ അടുത്ത് കിക്കി മുദ്ദർ ഉണ്ടല്ലോ, അവളിപ്പോൾ നിന്റെ കട്ടിലുണ്ട്, നീ എന്നെ സങ്കല്പിച്ച് അവളുമായി ബന്ധപ്പെടുക. ഇത് കേട്ട പോളിക്ക് വിഷമം തോന്നി. പോളിക്ക് കിക്കി മുദ്ദറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ജെമിയെ വിഷമിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അവരോട് വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ പോളി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായി, താൻ ഇത്രയും കാലം പരിചരിച്ചുകൊണ്ടിരുന്ന കിക്കി മുദ്ദറുമായി ജെമ്മി പറഞ്ഞതനുസരിച്ച് അതേ രാത്രി ബന്ധപ്പെട്ടു. ഈ ബന്ധമുണ്ടായപ്പോൾ പോളിക്ക് വളരെ അസ്വസ്ഥത തോന്നി. എന്നാൽ ജെമി ഇപ്പോൾ ദിവസവും അവളോട് പറയാൻ തുടങ്ങി, നീ കിക്കി മുദ്ദറുമായി ബന്ധപ്പെടുക, എന്നെ സങ്കല്പിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ആദ്യം പോളിക്ക് നിർബന്ധമായി ചെയ്യേണ്ടിയിരുന്ന കാര്യം
ഇപ്പോൾ പോളി ആസ്വദിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെ ഇത്രയും ബുദ്ധിയില്ലാതെ ആയി പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരു ഓൺലൈൻ വ്യക്തിയെ കണ്ടുമുട്ടാം, നിങ്ങൾക്ക് അവനെ ഇഷ്ടപ്പെടാം, എന്നാൽ അവൻ പറയുന്നതെല്ലാം ചെയ്യുമെന്ന് അതിനർത്ഥമില്ല. പോളിയുടെ വിവേകം എവിടെ പോയി? എന്റെ അഭിപ്രായത്തിൽ പോളി ഈ സമയത്ത് ഒരു ഇരുണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്നും അവൾക്ക് പുറത്തു വരാൻ കഴിയുക എന്നത് അസാധ്യമായിരുന്നു. അതിനുശേഷം കിക്കി മുദ്ദർ പോളിയെ കൂടുതൽ നിയന്ത്രിക്കാൻ തുടങ്ങി. പോളി തന്റെ സ്വന്തമാണെന്നും, എന്നാൽ ആയിഷ അലി, അവളുടെ 2 കുട്ടികൾ ഈ വീട്ടിലുള്ളത്, അവരുമായി എങ്ങനെ ഇവരെ വേർതിരിക്കും? ഈ 2 കുട്ടികൾ എവിടെ പോകും? അവരുടെ ശാരീരിക ബന്ധം തുടങ്ങി 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പെട്ടെന്ന് പോളിയുടെ മൊബൈലിൽ സാധാരണ ടെക്സ്റ്റ് മെസ്സേജായി സ്കൈമാൻ എന്ന സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ മെസ്സേജ് അയച്ചു തുടങ്ങിയത്. ആ സ്കൈമാൻ പറഞ്ഞു, നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഈ ശബ്ദം മറ്റെവിടെ നിന്നുമല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ് നിനക്ക് വരുന്നത്. നിന്നെ സുരക്ഷിതയാക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുന്നത്. പോളി ഇത് വായിച്ചപ്പോൾ അവൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അതെ, ആരാ നിങ്ങള്? എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാനൊരു പ്രതിസന്ധിയിലാണോ? അപ്പോൾ സ്കൈമാൻ പോളിയെ നിയന്ത്രിക്കാൻ തുടങ്ങി. പോളി ഈ കാര്യം കിക്കി മുദ്ദറിനോട് പറഞ്ഞു. എനിക്ക് സ്കൈമാന്റെ മെസ്സേജുകൾ വരുന്നുണ്ട്. അവൻ എനിക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന്. അപ്പോൾ കിക്കി പോളിയെ ഉപദേശിച്ചു. നോക്കൂ, അവൻ പറയുന്നത് നമ്മൾ അനുസരിക്കണം. ഒരുപക്ഷെ അവൻ ദൈവത്തിന്റെ ആളായിരിക്കും. ഓർക്കുക, പോളി മുൻപ് തന്നെ ഈ കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ദുരാത്മാക്കൾ, ആത്മാക്കൾ, ഭൂതങ്ങൾ എന്നിവയുണ്ടെന്നും അവരിൽ നിന്നും സ്വയം രക്ഷിക്കണമെന്നും അവൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ സ്കൈമാൻ, പോളിയുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അജ്ഞാതൻ, പോളിയെ നയിക്കാൻ തുടങ്ങി. നീ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, മറ്റാരുടെയും വാക്കുകൾ കേൾക്കരുത്. ഈ സ്കൈമാൻ പോളിയോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് വെറും 10 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഈ സ്കൈമാൻ വീടിന്റെ മുഴുവൻ നിയമങ്ങളും തീരുമാനിച്ചു, പ്രത്യേകിച്ച് 2 കുട്ടികൾക്ക് വേണ്ടി, അതിലുപരി ആയിഷ അലിക്ക് വേണ്ടി. സ്കൈമാൻ പറഞ്ഞു, നിന്റെ കുട്ടികളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആദ്യം നമ്മൾ ആയിഷയെ ശുദ്ധീകരിക്കണം, അവളെ മെച്ചപ്പെടുത്തണം, അവളിലുള്ള ദുശക്തികളെ പുറത്തു കൊണ്ടുവരണം. അത് അവളുടെ ഭക്ഷണത്തിലൂടെ തുടങ്ങാം. ആയിഷ അലിക്ക് ബ്രെഡും ജാമും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അവൾക്കത് കഴിക്കാൻ കൊടുക്കണം. അതേസമയം ആയിഷ അലിക്ക് ഇത് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഒരു തവണ മാത്രം, അതും വെറും 15 മിനിറ്റ് നേരത്തേക്ക് മാത്രം. ഈ 15 മിനിറ്റിന്റെ ഉള്ളിൽ ആയിഷ അലിക്ക് എത്ര ബ്രെഡും ജാമും കഴിക്കാൻ കഴിയുമോ അത് അവളുടെ ഇഷ്ടം. കഴിച്ചില്ലെങ്കിൽ മറ്റൊന്നും നൽകരുത്. പോളി ഇത് കേട്ടപ്പോൾ തന്നെ ഉടൻ സമ്മതിച്ചു. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യ ദിവസം പോളി തന്റെ മകൾ ആയിഷ അലിയുടെ മുന്നിൽ ബ്രെഡും ജാമും വെച്ചപ്പോൾ ആയിഷ അലി ഉടൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. 8 വയസ്സുള്ള കുട്ടി, അവൾക്ക് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ കഴിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. എന്നാൽ പോളി അവളെ നിർബന്ധിച്ചു, നീ കഴിക്കണം. എന്നാൽ ആയിഷ വീണ്ടും വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ കിക്കിയും പോളിയും ചേർന്ന് പാവം ആയിഷയെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരം മുഴുവനും ആഴത്തിലുള്ള മുറിവുകളുടെ പാടുകളുണ്ടായി. അവൾക്കാണെങ്കിൽ മറ്റു ഭക്ഷണവും ഒന്നും കൊടുത്തില്ല. അടുത്ത ദിവസം വീണ്ടും അതേ പതിവ്, ബ്രെഡും ജാമും മുന്നിൽ വെച്ചു. എന്നാൽ ആയിഷയ്ക്ക് വീണ്ടും അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ചു. മറ്റൊന്നും കഴിക്കാൻ കിട്ടിയതുമില്ല. ആയിഷ വീണ്ടും വേണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഈ മർദ്ദനം തുടർന്നു. ക്രമേണ സ്കൈമാൻ ശിക്ഷകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി, കൂടുതൽ ക്രൂരമാക്കാൻ തുടങ്ങി. പോളിക്കാണെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമുണ്ടായില്ല. പാവം ആയിഷയ്ക്ക് ബാത്റൂം ഉപയോഗിക്കാൻ പോലും സമയം നൽകിയിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഈ സമയത്ത് ഇത്രയും മിനിറ്റുകൾക്ക് വേണ്ടി മാത്രമേ നിനക്ക് ബാത്റൂമിൽ പോകാൻ കഴിയൂ. 1 സെക്കൻഡ് പോലും അധികം എടുക്കാൻ കഴിയില്ല. പലപ്പോഴും അവൾ എടുക്കുകയും ചെയ്യുമായിരുന്നു. അതിനു പകരം ആ പാവത്തിനെ ബാത്റൂമിലെ ബാത്ത് ടബിൽ തണുത്ത വെള്ളം നിറച്ച് അതിൽ ഒരുപാട് ഐസ് കട്ടകളിട്ട് തണുപ്പുള്ള കാലാവസ്ഥയിൽ ആ 8 വയസ്സുകാരി ആയിഷയെ ആ ബാത്ത് ടബിൽ കിടത്തുമായിരുന്നു. അവൾ ബോധരഹിതയാവുന്നത് വരെ, തണുപ്പ് കാരണം ഹൈപ്പോതെർമിയയുടെ ഇരയാകുന്നത് വരെ അവളെ അതിൽ കിടത്തുമായിരുന്നു. ഈ സ്കൈമാൻ ആരാണെങ്കിലും ഇവൻ ഈ കുടുംബത്തെ മുഴുവനും നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അവന്റെ പ്രധാന ലക്ഷ്യം 8 വയസ്സുള്ള ആയിഷ അലി ആയിരുന്നു. എന്തിനാണ് അവൻ അവളോട് പ്രതികാരം ചെയ്യുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഈ കാര്യങ്ങൾ കാരണം ആയിഷ അലി വിഷമത്തിലായി. മറ്റാരോടും ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം അവൾക്ക് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. സ്കൂളിൽ പോകുന്നത് പോലും നിർത്തിച്ചു. ആ പാവം തന്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. ഞാൻ എന്നെ ദുർബലയാക്കാൻ അനുവദിക്കില്ല. ഇന്ന് വാരാന്ത്യമാണ്. എന്റെ എല്ലാ കൂട്ടുകാരും പുറത്ത് കളിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇന്നും വീട്ടിലാണ്. എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല. എനിക്ക് ആരുമായും കളിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഈ നോട്ടിന്റെ അവസാനം അവൾ ഇങ്ങനെയും എഴുതി, ഞാൻ എന്നെ മാറ്റും. ഏത് സാഹചര്യത്തിലും ഞാൻ മാറും. അതിനുവേണ്ടി എനിക്ക് ആരുമായി പരുഷമായി പെരുമാറേണ്ടി വന്നാലും ഞാൻ ചെയ്യും. എനിക്ക് വളരെ മോശം ശിക്ഷകൾ ലഭിക്കും. പക്ഷെ അതെല്ലാം ഞാൻ സഹിക്കും. എന്നാൽ ഈ നോട്ട് അവസാനിപ്പിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും അവൾ സ്വയം ഉത്തരവാദിയാണെന്ന് പറഞ്ഞു. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഇതിനിടയിൽ സ്കൈമാൻ പൂർണ്ണമായും നിയന്ത്രിത സ്വഭാവമുള്ളവനായി മാറിയിരുന്നു. അവൻ ഈ കുടുംബത്തെ മുഴുവനും തന്റെ പിടിയിലാക്കി. കിക്കിയെ മാത്രമല്ല, പോളിയെയും അവൻ അമിതമായി നിയന്ത്രിക്കാൻ തുടങ്ങി. ഒരു സന്ദേശത്തിൽ അവൻ ഇങ്ങനെ വരെ എഴുതി, നിന്റെ ദുഷ്ടയായ മക്കളെ ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ നിനക്ക് അവകാശമില്ല.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, പോളിക്ക് തന്റെ മക്കളെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ അവകാശമില്ല. കാരണം അവൾ ഒരു പൈശാചിക കുട്ടിയാണ്. ഇതാണ് അവൻ പോളിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോളി ഈ കാര്യങ്ങൾ പറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൈമാൻ ദിവസവും അവർക്ക് പുതിയ ശിക്ഷാരീതികൾ പറഞ്ഞുകൊടുത്തു. അതിൽ അവൻ പറഞ്ഞു, കിക്കിയെ നല്ലൊരു പിശാചിന്റെ മാസ്ക് ധരിപ്പിച്ച് അവളുടെ മുന്നിൽ നിർത്തുക. പോളിയെ മർദ്ദിക്കാൻ അവൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു രാത്രി കിക്കി സ്വന്തമായി ഒരു പിശാചിന്റെ മാസ്ക് ധരിച്ച് ആയിഷയുടെ മുറിയിലേക്ക് പോയി. പിന്നാലെ പോളിയും അകത്ത് കയറി. ആ പിശാചിന്റെ മാസ്ക് ധരിച്ച വ്യക്തിയെ കണ്ടപ്പോൾ 8 വയസ്സുള്ള കുട്ടി പേടിച്ചുപോയി. അവൾ കരയാൻ തുടങ്ങി. എന്നാൽ പോളി പിന്നിൽ നിന്നും വന്ന് കയ്യിലൊരു വലിയ വടിയുമായി അവളെ വളരെ ശക്തിയായി അടിക്കാൻ തുടങ്ങി. അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് ആ പിശാചിന്റെ മാസ്കുമായി കണ്ണിൽ നോക്കാൻ നിർബന്ധിതയാകുന്നത് വരെ അടിച്ചു. അവൾ കണ്ണിൽ നോക്കിയപ്പോൾ മാസ്ക് ധരിച്ച കിക്കി കയ്യിൽ ആ വടിയെടുത്തു. ഇനി ആ കിക്കിയുടെ ഊഴമായിരുന്നു. പാവം ആയിഷാലിയെ മർദ്ദിക്കാൻ തുടങ്ങി. അത്രയും ക്രൂരമായ മർദ്ദനത്തിൽ പാവം ആയിഷാലി താടിയെല്ല് പൂർണ്ണമായും തകർന്നു. അവളുടെ പല്ലുകൾ ഓരോന്നും ഇളകിപ്പോയിരുന്നു. അവൾ വായ തുറന്നപ്പോൾ വായിൽ പക്ഷാഘാതം വന്നതുപോലെ തോന്നി. അവളുടെ ശരീരം മുഴുവനും എത്ര ഭീകരമായ മുറിവുകളുടെ പാടുകളുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്നാൽ 2013 ഓഗസ്റ്റ് 29 ദിവസം വന്നെത്തി. ഓഗസ്റ്റ് 29 ഉച്ചയ്ക്ക് കിക്കി മുദ്ദർ പോലീസിനെ വിളിച്ചു. അവരുടെ വീട്ടിൽ 8 വയസ്സുള്ള ആയിഷാലി എന്ന കുട്ടി തന്റെ മുറിയിൽ ബോധരഹിതയായി കിടക്കുന്നുണ്ടെന്നും ദയവായി അങ്ങോട്ട് വരണമെന്നും അവൾ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി. അവരോടൊപ്പം പാരാമെഡിക്കുകളും ഉണ്ടായിരുന്നു. പോലീസ് അകത്ത് ചെന്ന പാവം ആയിഷാലിയെ കണ്ടപ്പോൾ അവൾ തലകുത്തി തറയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. പോലീസ് അവളെ തിരിച്ചു കിടത്തിയപ്പോൾ അവൾ ഉടൻ തന്നെ അവളെ വിട്ടു. കാരണം ആ പാവം ആയിഷാലിയുടെ മുഖം അത്ര ഭീകരമായിരുന്നു. ആരും അവളെ തൊടാൻ പോലും ആഗ്രഹിച്ചില്ല. അവളൊരു കുട്ടിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ മുഖം മുഴുവനും മുന്നിൽ നിന്നും തുറന്നിരുന്നു. മൂക്ക് സ്ഥാനത്ത് നിന്നും ഇളകിപ്പോയിരിക്കുന്നു. കണ്ണുകളൊന്ന് അടഞ്ഞും ഒന്നും തുറന്നും കിടക്കുന്നു. അടഞ്ഞ കണ്ണ് പുറത്തേക്ക് വരാൻ പോകുന്നതുപോലെ വിങ്ങിയിരിക്കുന്നു. കൂടാതെ അവളുടെ തലയുടെ പിന്നിൽ ഒരു ആഴത്തിലുള്ള മുറിവ്. തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ മുഴുവനും പൊള്ളയായിരുന്നു. അതേസമയം മറ്റൊരു മുറിയിൽ ആയിഷയുടെ അമ്മ പോളിയും ബോധരഹിതയായി കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. പോലീസ് പോളിയുടെ അടുത്ത് ചെന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് ഇത്രയും മുറിവുകൾ എങ്ങനെ വന്നു? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു വലിയ തെറ്റ് പറ്റിപ്പോയി. പോലീസ് ചോദിച്ചു, അതെ പറയൂ, എന്താ പറ്റിയേ? പോളി പറഞ്ഞു, ഞാൻ എന്റെ മകളെ കുളിക്കാൻ ബാത്റൂമിലേക്ക് അയച്ചു. എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും അവൾ പുറത്തു വന്നില്ല. ഞാൻ വാതിൽ തുറന്നു. വാസ്തവത്തിൽ വാതിൽ തകർത്ത് ബാത്റൂമിൽ കടന്നപ്പോൾ അവൾ ബാത്ത് ടബിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ അവൾക്ക് ഇപ്പോഴും ശ്വാസമുണ്ടായിരുന്നു. ഞാൻ അവളെ പുറത്തെടുത്ത് ഉടൻ തന്നെ വെള്ളം പുറത്തു വരാനും അവൾക്ക് വീണ്ടും ബോധം വരുവാനായി ഞാൻ പലതവണ CPR നൽകാനും ശ്രമിച്ചു. എന്നാൽ പാവം ആയിഷയ്ക്ക് ബോധം വന്നില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ വായിൽ തലയിണ വെച്ച് ശക്തിയായി അമർത്തി. അവൾ ആ സമയത്ത് പിടഞ്ഞു മരിക്കുകയായിരുന്നു. ഞാൻ അവളുടെ മരണത്തിൽ അല്പം സഹായിച്ചു. ഈ തെറ്റ് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ സ്വയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പലയിടത്തും എന്നെ തന്നെ കത്തികൊണ്ട് കുത്തി. പക്ഷെ എനിക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലീസ് ഈ കഥ ഉടൻ തന്നെ തള്ളിക്കളഞ്ഞു. കാരണം പാവം ആയിഷയുടെ ശരീരത്തിലെ പരിക്കുകൾ അവളുടെ അമ്മ പറഞ്ഞതുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല. വെള്ളത്തിൽ മുങ്ങിമരിച്ച ഒരാളുടെ തലയുടെ പിന്നിൽ ഇങ്ങനെ പൊള്ളയാകില്ല. തലച്ചോറ് പുറത്തെടുത്തതുപോലെ തോന്നി. കൂടാതെ അവളുടെ കണ്ണ് വീങ്ങുകയോ ശരീരത്തിൽ മുറിവുകളുടെ പാടുകൾ ഉണ്ടാവുകയോ ചെയ്യില്ല. ആദ്യം മൃതദേഹം പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ആയിഷാലി മരിക്കാനുള്ള കാരണം ബ്ലഡ് ഫോഴ്സ് ട്രോമ കാരണമാണെന്ന്. കൂടാതെ അവളുടെ ശരീരത്തിൽ 50-ലധികം പുതിയതും പഴയതുമായ മുറിവുകളുടെ പാടുകളുണ്ട്. രണ്ടാമതായി അവളുടെ വലതു തോളിൽ കടിയേറ്റ പാടുകളുണ്ടായിരുന്നു. ആരോ അവളെ വളരെ ശക്തിയായി കടിച്ചിരിക്കുന്നു. കാരണം അവളുടെ തൊലി വേർപെട്ട് പുറത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്നു. ഇതുകൂടാതെ പാവം ആയിഷയുടെ ശരീരം മുഴുവനും കാർപ്പറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചണത്തിന്റെ നൂലുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവ കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഇതിനർത്ഥം ആയിഷയെ കൊല്ലുന്നതിന് മുമ്പ് കാർപ്പറ്റിന്റെ ഉള്ളിൽ വെച്ച് കത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പകുതി കത്തിയ കാർപ്പറ്റ് പാവം ആയിഷയുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു. പോലീസ് ഉടൻ തന്നെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യാനായി അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആദ്യം അവർ ഈ കിക്കി മുദ്ദറിനെയും പോളി ചൗധരിയെയും നന്നായി മർദ്ദിച്ചു. എന്നിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യം കിക്കി മുദ്ദർ പോലീസുമായി സഹകരിച്ചു. എല്ലാം പറയാൻ തയ്യാറായിരുന്നു. എന്നാൽ പോലീസ് പോളിയുടെ ഫോൺ എടുത്ത് അവൾ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കിക്കി മുദ്ദറിനൊപ്പം ജമിയുടെ പോളിയുടെ കാമുകൻ വിവരങ്ങളും കണ്ടെത്തി. അവൾ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിരുന്നത് അവനുമായിട്ടാണ്. കൂടാതെ സ്കൈമാന്റെ ഒരു നമ്പറും കണ്ടെത്തി. അതിൽ നിന്നാണ് പോളി ചൗധരിയുടെ മൊബൈലിലേക്ക് ദിവസവും ടെക്സ്റ്റ് മെസ്സേജുകൾ വന്നിരുന്നത്. പോലീസ് വലയത്തെക്കുറിച്ച് മുഴുവനും അന്വേഷണം നടത്തിയപ്പോൾ ഹൃദയഭേദകമായ ഒരു സത്യം പുറത്തു വന്നു. ഒരുപക്ഷെ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതെ, ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ സ്കൈമാനും ഈ ജമിയും മറ്റാരുമല്ല, കിക്കി മുദ്ദർ തന്നെയായിരുന്നു. പോളി ചൗധരിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ വേണ്ടി അവൾ സ്വന്തം ലാപ്ടോപ്പിൽ പ്രത്യേക ഐഡികളും ഓൺലൈനിൽ ലഭിക്കുന്ന താൽക്കാലിക നമ്പറുകളും വാങ്ങിയിരുന്നു. ആദ്യം അവൾ ജമിയായി മാറി പോളി ചൗധരിയുമായി സംസാരിച്ചു.
മറ്റൊരു മുറിയിലിരുന്ന ലാപ്ടോപ്പിൽ നിന്നും ജമിയുടെ 400-ലധികം മെസ്സേജുകൾ പോളി ചൗധരിക്ക് ലഭിച്ചിരുന്നു. അതേസമയം സ്കൈമാൻ 1500-ലധികം മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അതായത് കിക്കി തന്നെയാണ് 1500-ലധികം മെസ്സേജുകൾ സ്കൈമാനായി മാറി പോളി ചൗധരിക്ക് അയച്ചത്. മുഴുവൻ വീടിനെയും നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. പോളി ചൗധരി എത്ര മണ്ടിയായിരുന്നെന്ന് നോക്കൂ. അവൾ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു. അതെ, ഈ മുദ്ര ചോദ്യം ചെയ്യലിൽ പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് 2 പേരോട് വെറുപ്പുണ്ടായിരുന്നു. ഒന്ന് പോളിയുടെ ഭർത്താവ് അഫ്സലലി, 2 ഇളയ കുട്ടി ആയിഷ അലി. എന്തുകൊണ്ടാണ് തനിക്ക് ഈ 2 പേരോട് വെറുപ്പുണ്ടായിരുന്നെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. തനിക്കിവരെ 2 പേരെയും തന്റെ വഴിയിൽ നിന്ന് മാറ്റണമായിരുന്നു. അഫ്സലലി വീട് വിട്ടു പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ മറ്റൊരു വീട് എടുത്തില്ലായിരുന്നെങ്കിൽ താൻ അവനെ എന്തെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കുമായിരുന്നു. എന്നാൽ അവൻ സ്വയം പോയപ്പോൾ തന്റെ ജോലി എളുപ്പമായി. ഇനി ബാക്കിയുള്ളത് ആയിഷ അലി മാത്രമായിരുന്നു. അവളെയും ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കേണ്ടതുണ്ടായിരുന്നു. ഇത് ചെയ്യുന്നതിനു വേണ്ടി അവൾ പോളി ചൗധരിയുടെ മുന്നിൽ അത്രയും വലിയൊരു വല വിരിച്ചു. അതിൽ അവൾ വളരെ മോശമായ രീതിയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. 2013 ഓഗസ്റ്റ് 29-ന് ഇരുവരും ചേർന്ന് ഒരു കൃത്യം ചെയ്തു. എന്നാൽ 2013 ഓഗസ്റ്റ് 28-ന് വൈകുന്നേരത്തെ CCTV ദൃശ്യങ്ങൾ അടുത്തുള്ള ഗ്രോസറി സ്റ്റോറുകളിൽ പരിശോധിച്ചു. അതിൽ ഈ കിക്കി മുദ്ര പ്രത്യേകമായി പതിഞ്ഞു. അവളൊരു ഗ്രോസറി സ്റ്റോറിൽ നിന്നും ഷവർ ഹെഡ് ഫൗണ്ടൻ വാങ്ങുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടൻ. അവളത് ബാഗിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്കത് ഉപയോഗിച്ചു വേണം ആ കുറ്റകൃത്യം ചെയ്യാൻ. അടുത്ത അതേ ദിവസം രാവിലെ തന്നെ വീണ്ടും ഒരു ബ്രെഡും ജാമും ഉള്ള സംഭവം തുടങ്ങി. വീണ്ടും ആയിഷ അലി ബ്രെഡും ജാമും കഴിക്കാൻ വിസമ്മതിച്ചു. അപ്പോൾ ഈ 2 പേർക്കും അത്രയും ദേഷ്യം വന്നു. ആദ്യം പാവം ആയിഷ അലിയെ അവർ വളരെ ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദനത്തിന്റെ ഇടയിൽ കിക്കി അത്രയും ഭ്രാന്തിയായി പോയി. അവൾ പാവം ആയിഷ അലിയുടെ തോളിൽ കടിച്ചു. അത്രയും ശക്തിയായി അവൾ കടിച്ചു. അവളുടെ നേരിയ തൊലി വേർപെട്ട് പുറത്തേക്ക് തൂങ്ങിക്കിടന്നു. അവളുടെ തോളിലെ എല്ലുകൾ കാണാമായിരുന്നു. മറ്റൊരു ഭാഗത്ത് ഇപ്പോഴും ഇരുവർക്കും സമാധാനം ലഭിച്ചില്ല. അപ്പോൾ ഇരുവരും ചേർന്ന് ഷവർ ഹെഡ് എടുത്തു. തലേ ദിവസം കിക്കി മുദ്ര വാങ്ങിയ ഷവർ ഹെഡ് തന്നെ. അത് കയ്യിലെടുത്ത് നേരെ പാവം ആയിഷ അലിയുടെ തലയിൽ പിന്നിൽ ശക്തിയായി അടിച്ചു. അകത്തെ എല്ലുകളെല്ലാം തകർന്നു. തലയോട്ടി പൂർണ്ണമായി മുടിഞ്ഞു. എല്ലുകൾ അകത്തേക്ക് കയറിപ്പോയിരുന്നു. തലച്ചോറിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് തൂങ്ങിക്കിടന്നു. അത്രയും ആഴത്തിലുള്ള മുറിവാണുണ്ടായത്. ഇതൊന്നും ആയിഷ അലിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ തന്റെ ജീവിതത്തിൽ ഒരുപാട് സഹിച്ചു. പക്ഷെ ഇനി സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ താഴെ വീണു. പതിയെ മരിച്ചുപോയി. ആയിഷ അലി മരിച്ചതുകൊണ്ട് കിക്കിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നാൽ മറുവശത്ത് അവളുടെ അമ്മ പോളി ചൗധരി വലിയ പേടിയായി. ഈ ഘട്ടത്തിൽ അവൾക്ക് പേടിയായിരുന്നോ അതോ സ്വന്തം തെറ്റ് മനസ്സിലായിരുന്നോ എന്ന് എനിക്ക് വ്യക്തമല്ല. എന്നാൽ അവൾ സ്വയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു അവളുടെ ജീവൻ. അവൾ കയ്യിൽ ഒരു കത്തി പിടിച്ച് വയറ്റിൽ കുത്തി. എന്നാൽ ഇത് നാടകമായിരുന്നോ അതോ കെട്ടിച്ചമച്ച കഥയായിരുന്നോ എന്നറിയില്ല. എന്നാൽ കത്തികൊണ്ട് കുത്തിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും പോലീസ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. ഇരുവർക്കുമെതിരെ ഒന്നാന്തരം കൊലപാതക കുറ്റം ചുമത്തി. എന്നാൽ പിന്നീട് ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇവൾ കാരണമാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് കിക്കി പറഞ്ഞു. പോളി കാരണമാണ് ഞാൻ അവളോടൊപ്പം ചേർന്നതെന്നും പറഞ്ഞു. ഇരുവരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തി. എന്നാൽ വിചാരണയ്ക്കിടയിൽ കോടതിയിൽ അവർ മുഖാമുഖം വന്നപ്പോൾ ഇരുവരും പരസ്പരം കണ്ണിൽ നോക്കാൻ പഠിച്ചു. ഇരുവരും പരസ്പരം നോക്കിയത് പോലുമില്ല. എന്നാൽ ഇരുവരുടെയും മുഖത്ത് യാതൊരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല. ഒരു 8 വയസ്സുള്ള കുട്ടിയോട് ഇങ്ങനെ ചെയ്തതിൽ. പോളി പോലീസിനോട് പറഞ്ഞ മൊഴിയിൽ ഇങ്ങനെ പറഞ്ഞു, ഈ സ്കൈമാന്റെ മെസ്സേജുകൾ നേരിട്ട് ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് ആത്മാർത്ഥമായി തോന്നി. ഒരുപക്ഷെ അവളുടെ മരിച്ചുപോയ മുത്തച്ഛനായിരിക്കും അവൾക്ക് സന്ദേശം അയച്ചിരുന്നത്. സ്വർഗത്തിലെത്തിയിട്ട് അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയായിരിക്കും. അവരാണ് പറഞ്ഞതെന്നും അവൾക്ക് തോന്നി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരാൾ എത്രത്തോളം മണ്ടനായിരിക്കും. അതേസമയം ഈ കിക്കിമുദ്ദർ മറ്റൊരു കുഴപ്പത്തിലായിരുന്നു. വാസ്തവത്തിൽ പോലീസ് അവളുടെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ അവളുടെ ശരീരത്തിൽ നാർസിസിറ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു അസുഖം കണ്ടെത്തി. അതിലൊരു വ്യക്തിക്ക് പിശാചിനെ മാത്രമേ കാണാൻ കഴിയൂ. അതെ, നമ്മൾ ഇവനെയാണ് ആരാധിക്കേണ്ടത്. ഇവൻ പറയുന്നത് എന്താണോ അത് ചെയ്യുക. ഇവരുടെ കുറ്റപ്പെടുത്തലുകൾ വിചാരണയിൽ പരസ്പരം നടക്കുമ്പോൾ നീയാണിത് ചെയ്തത്. ഒരു ഘട്ടത്തിൽ കോടതി ഞെട്ടിപ്പോയി. കാരണം പോളി പറഞ്ഞു, കിക്കിമുദ്രാണ് ആദ്യം ആ ഐസ് ബാത്ത് ആയിഷ അലിക്ക് നൽകിയത്. മുഴുവൻ ഡബ്ബിലും വെള്ളം നിറച്ച് അതിൽ ഒരുപാട് ഐസ് കട്ടകളിട്ട് ആയിഷയെ അതിൽ കിടത്തി. എന്നാൽ ആയിഷ വീണ്ടും പുറത്തു വരാൻ ശ്രമിച്ചു. എന്നാൽ കിക്കിമുദ്രാണ് തന്റെ കാല് പാവം ആയിഷ അലിയുടെ നെഞ്ചിൽ വെച്ച് താഴേക്ക് അമർത്തിയത്. അവൾ ആ തണുത്ത വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അഫ്സൽ അലിയുടെ മൊഴിയും ഇവിടെ രേഖപ്പെടുത്തി. അഫ്സൽ പോലീസിനോട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പോളിയോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഈ മുദ്ദറിൽ നിന്നും അകന്നു നിൽക്കൂ. എന്നാൽ പോളി തന്റെ വാക്ക് ഒരിക്കലും കേട്ടില്ല. അവൾ ഇവരുടെ നിയന്ത്രണത്തിലായിരുന്നു. പൂർണ്ണമായും വശീകരിക്കപ്പെട്ടു. അവൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഞാൻ വീണ്ടും ഉപദേശിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ വിവാഹം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ വിവാഹത്തെക്കാളും അവളുടെ ഭർത്താവിനേക്കാളും കിക്കിമുദ്ര അവൾക്ക് വളരെ പ്രധാനപ്പെട്ടവളായി മാറിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിൽ നിന്നും അകന്നു. എന്നാൽ എന്നിട്ടും ഇവൾ ഒരു അമ്മയായിരുന്നല്ലോ. സ്വന്തം മകളെ സംരക്ഷിക്കേണ്ടിയിരുന്നു. ലോകത്ത് ആരെങ്കിലും എന്തു പറഞ്ഞാലും ഒരു അമ്മയുടെ ഹൃദയത്തിൽ സ്വന്തം കുട്ടികൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്.
ഒരാൾക്ക് സ്വന്തം അമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുട്ടിയെ കൊല്ലാൻ കഴിയും? ഒരമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? ഈ കേസിൽ വിധി വന്നപ്പോൾ ഇരുവർക്കുമെതിരെ കൊലപാതകത്തിന് പകരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി. ഇതിൽ കിക്കി മുദ്ദറിന് 18 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പോളി ചൗധരിക്ക് 15 വർഷവും. എന്നാൽ കിക്കി മുദ്ദറിന്റെ 18 എന്നുള്ളത് 15 വർഷമായി കുറച്ചു. പോളി ചൗധരിയുടെ ശിക്ഷ 13 നിന്നും 10 വർഷമായി കുറച്ചു. ഈ കഥ മുഴുവനും കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വല്ലാത്തൊരു കഥയായി പോയി. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.